KMIC 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 News 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 നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC News KMIC News. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. പുണ്യഭൂമിയിൽ സേവനത്തിന്റെ മാധുര്യം നുണഞ്ഞ് RSC ഹജ്ജ് വണ്ടിയർ കോർ മാതൃകയായി. ബഹുജന സംഘടനയായ മുസ്ലിം ജമാഅത്ത് ആനുകാലിക വിഷയങ്ങൾ തുടങ്ങിയവ ചർച്ച ചെയ്യുന്നതിനായി സമസ്ത നേതൃസംഗമം ഈ മാസം 10 മലപ്പുറത്ത്. SSF കോഴിക്കോട് ജില്ലാ ഹയർ സെക്കൻഡറി സമ്മേളന പ്രഖ്യാപനം ഈ മാസം 4. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം സംഘടിപ്പിക്കുന്ന വീക്കിലി സ്വലാത്ത് ദുആ മജ്ലിസ് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 12 മണിക്ക്. ബീഫ് കഴിച്ചുവെന്നാരോപിച്ച് ആൾക്കൂട്ടം തല്ലിക്കൊന്ന മുഹമ്മദ് അഖ്ലാഖിന്റെ മകൾ സാജിദ ചോദിക്കുന്നു, അത് ആട്ടിറച്ചിയെന്ന് തെളിഞ്ഞാൽ എന്റെ പിതാവിനെ തിരിച്ചു തരുമോ? പ്രതിഷേധം ശക്തമാകുന്നു. വൈദ്യുതി മീറ്റർ പിഴ ഒഴിവാക്കാൻ വിവിധ മാർഗങ്ങളെന്ന് വൈദ്യുതി ബോർഡ്. സംസ്ഥാനത്ത് 26 മദ്യവിൽപ്പനശാലകൾക്ക് നാളെ പൂട്ടുവീഴും. അബ്ദുൽ നാസർ മഅദനിയുടെ കേസുകൾ ഒന്നിച്ചു പരിഗണിച്ചുകൂടെയെന്ന് സുപ്രീംകോടതി. ജീവനെടുക്കുന്ന സെൽഫി വീണ്ടും. റഷ്യയിൽ 17കാരൻ കെട്ടിടത്തിൽ നിന്ന് വീണു മരിച്ചു. വാർത്തകൾ വിശദമായി. അത് ആട്ടിറച്ചിയെന്ന് തെളിഞ്ഞാൽ എന്റെ പിതാവിനെ നിങ്ങൾ തിരിച്ചു തരുമോ? ചോദിക്കുന്നത് സാജിദ എന്ന 18കാരി. ബീഫ് കഴിച്ചുവെന്ന് ആരോപിച്ച് ഉത്തർപ്രദേശിൽ ആൾക്കൂട്ടം തല്ലിക്കൊന്ന ദാദ്രി സ്വദേശി മുഹമ്മദ് അഖ്ലാഖ് എന്ന 50കാരന്റെ മകൾ. ആശുപത്രിയിൽ ജീവനോട് മല്ലിടുന്ന സഹോദരൻ ദാനിഷിനെക്കുറിച്ചുള്ള ആശങ്കയോടെ ആക്രമികൾ തല്ലിത്തകർത്ത വീട്ടിലിരുന്ന് ഇന്ത്യൻ എക്സ്പ്രസ് ലേഖിക അതിഥി വത്സയോട് സംസാരിക്കുകയായിരുന്നു സാജിദ. തിങ്കളാഴ്ച രാത്രിയാണ് സംഭവം. മുഹമ്മദ് അഖ്ലാഖും കുടുംബാംഗങ്ങളും പശുമാംസം കഴിക്കുന്നുണ്ടെന്നും ഇവരുടെ വീട്ടിൽ പശുമാംസം സൂക്ഷിച്ചിട്ടുണ്ടെന്നുമുള്ള പ്രചാരണത്തെ തുടർന്ന് ഒരു കൂട്ടം ആളുകൾ അഖ്ലാഖിന്റെ വീട്ടിലേക്ക് ഇരച്ചു കയറി കുടുംബാംഗങ്ങളെ പുറത്തേക്ക് വലിച്ചിഴച്ച് ആക്രമിക്കുകയായിരുന്നു. ഇഷ്ടികയും ഇരുമ്പുവടിയും ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ അഖ്ലാഖ് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ഗുരുതരമായി പരിക്കേറ്റ മകനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിവരമറിഞ്ഞ് പോലീസ് എത്തുമ്പോഴും ആൾക്കൂട്ടം ഇവരെ മർദ്ദിക്കുകയായിരുന്നു. സംഭവത്തിൽ 6 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൂടുതൽ പോലീസെത്തി ആകാശത്തേക്ക് വെടിവെച്ചാണ് ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ടത്. സംഭവത്തെ തുടർന്ന് മകൾ സാജിദ ഒരു ബന്ധുവിനെ ഫോണിൽ വിളിച്ച് സഹായം അഭ്യർത്ഥിക്കുകയായിരുന്നു. എനിക്കെന്റെ പിതാവിനെ നഷ്ടപ്പെട്ടു, ഇനി എന്റെ സഹോദരനെയും നഷ്ടപ്പെടുത്താനാവില്ല, എങ്ങനെയെങ്കിലും അവനെ രക്ഷിക്കണം. തുടർന്നാണ് ബന്ധുക്കൾ പോലീസിനെ വിവരമറിയിച്ചതും അവർ എത്തിയതും. അവരെന്റെ സഹോദരനെയും പിതാവിനെയും മുറിക്ക് പുറത്തേക്ക് വലിച്ചിഴച്ചു. കട്ടിലിനടുത്തു കണ്ട ഇഷ്ടികകൾ ഉപയോഗിച്ച് ആക്രമിച്ചു. പിതാവിനെ വീടിന് പുറത്തേക്ക് വലിച്ചിഴച്ച ആക്രമി സംഘം തല്ലിക്കൊന്നു. സഹോദരനെ വരാന്തയിലേക്ക് വലിച്ചിഴച്ച ശേഷം അവർ ഇഷ്ടികകൾ കൊണ്ട് തലയ്ക്കും നെഞ്ചിനും അടിച്ചു. അവരെന്നെ ലൈംഗികമായി പീഡിപ്പിക്കാനും ശ്രമിച്ചു. എന്റെ മുത്തശ്ശിയുടെ മുഖത്തടിച്ചു. പോലീസിൽ അറിയിച്ചാൽ കൊന്നുകളയുമെന്ന് അവർ എന്നെ ഭീഷണിപ്പെടുത്തി. അക്രമികൾ തല്ലിത്തകർത്ത പിതാവിന്റെ മുറിക്കടുത്തു നിന്ന് ചോരപുരണ്ട ഇഷ്ടികകൾ കാണിച്ചുകൊണ്ട് സാജിദ പറയുന്നു. വീട്ടുചുവരിൽ ചോരപ്പാടുകളായിരുന്നു. നിലത്ത് പിതാവിന്റെ വസ്ത്രം ചോരയിൽ മുങ്ങിക്കിടക്കുന്നു. അടുത്ത മുറിയിലെ റെഫ്രിജറേറ്റർ തല്ലിത്തകർത്ത ശേഷം തലക്കീഴായി മറിച്ചിട്ടുണ്ട്. പൊട്ടിത്തകർന്ന ഒരു കണ്ണാടിയും നിലത്ത് കാണാം. ആൾക്കൂട്ടം വീട്ടിൽ ഇരച്ചെത്തുമ്പോഴും അടുത്തുള്ള ക്ഷേത്രത്തിൽ നിന്ന് അനൗൺസ്മെന്റ് നടക്കുന്നുണ്ടായിരുന്നുവെന്ന് സാജിദ പറഞ്ഞു. എന്തായിരുന്നു ഉച്ചഭാഷണിയിൽ പറയുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിരുന്നില്ല. അനൗൺസ്മെന്റ് തീരും മുമ്പ് അവർ വീട്ടിലെത്തിയിരുന്നു. വാതിലുകൾ അവർ തല്ലിത്തകർത്തു. അവർ ഞങ്ങളെ അസഭ്യം പറഞ്ഞു. ബീഫ് വീട്ടിൽ ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് ആരോപിച്ചു. തലമുറകളായി ആ ഗ്രാമത്തിൽ താമസിക്കുന്ന ഞങ്ങൾ ഒരിക്കലും സാമുദായിക പ്രശ്നങ്ങളിൽ പെട്ടിരുന്നില്ലെന്ന് സാജിദ പറഞ്ഞു. വീട്ടിൽ എന്ത് പരിപാടിയുണ്ടായാലും നാട്ടുകാർ എല്ലാവരും വരാറുണ്ടായിരുന്നു. ബലിപെരുന്നാളിന് പോലും അവർ വരുമായിരുന്നു. പക്ഷേ പെട്ടെന്ന് അവർ ഞങ്ങളെ സംശയിച്ചു. കഴിഞ്ഞ ദിവസം വാങ്ങിയ കുറച്ച് ആട്ടിറച്ചി ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അത് ബീഫാണെന്നാണ് അവർ കരുതിയത്. പോലീസ് അവ പരിശോധിക്കാനായി ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. പരിശോധനയിൽ അത് ബീഫല്ല എന്ന് തെളിഞ്ഞാൽ എന്റെ പിതാവിന് അവർ തിരിച്ചു തരുമോ? സാജിദ ചോദിക്കുന്നു.
അഖ്ലാഖിനെ തല്ലിക്കൊന്നതിനു പിന്നാലെ ഈ ഗ്രാമത്തിൽ നിന്ന് മുസ്ലിം കുടുംബങ്ങൾ നാടുവിടാനൊരുങ്ങുന്നു. പലരും ഭയപ്പാടോടെയാണ് ഇപ്പോൾ ഗ്രാമത്തിൽ കഴിയുന്നത്. അക്രമത്തിനു ശേഷം നാടുവിടാൻ ചിലർ തീരുമാനിച്ചിരുന്നുവെങ്കിലും സുരക്ഷയൊരുക്കാമെന്ന ജില്ലാ ഭരണകൂടത്തിന്റെ വാഗ്ദാനത്തിന് പിന്നിൽ പിടിച്ചു നിൽക്കുകയായിരുന്നു. എന്നാൽ സംഭവത്തിന് ഉത്തരവാദികളായവരെ പിടികൂടണമെന്ന ഗ്രാമത്തിന്റെ ആവശ്യം ഇതുവരെ നിറവേറ്റിയിട്ടില്ല. 10 പ്രതികളിൽ 6 പേരെ മാത്രമാണ് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത്. അതിനിടെ അറസ്റ്റിലായവരെ വെറുതെ വിട്ടയക്കണമെന്നും ഗോവധ നിരോധം ലംഘിക്കുന്നവരെ ശിക്ഷിക്കണമെന്നുമുള്ള ബിജെപി പ്രാദേശിക നേതാക്കളുടെ കൽപ്പനകളും ഇവരെ പേടിപ്പെടുത്തുന്നുണ്ട്. 50-ലധികം കുടുംബങ്ങളിലായി 14,000-ഓളം മുസ്ലിം അംഗങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. സാഹസിക സെൽഫി പ്രേമം റഷ്യയിൽ 17-കാരന്റെ ജീവനെടുത്തു. 9 നില കെട്ടിടത്തിന് മുകളിൽ വെച്ച് സെൽഫി പകർത്താനുള്ള ശ്രമത്തിനിടയിൽ അടിതെറ്റിയ കൌമാരക്കാരൻ താഴെ വീഴുകയായിരുന്നു. സാഹസികത നിറഞ്ഞ സെൽഫികൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ലഭിച്ച സ്വീകാര്യതയാണ് സ്കൂൾ വിദ്യാർത്ഥി കൂടിയായ കൌമാരക്കാരന്റെ ജീവനെടുത്തത്. സാഹസികത നിറഞ്ഞ സെൽഫികൾക്ക് എതിരെ റഷ്യ ക്യാമ്പയിൻ ആരംഭിച്ചതിന് പിന്നാലെയാണ് ഈ സംഭവമെന്നതും ശ്രദ്ധേയമാണ്. വോഡ്ഗ നഗരത്തിലെ തിരക്കൊഴിഞ്ഞ കെട്ടിടത്തിന് മുകളിൽ സുഹൃത്തുമൊത്ത് സെൽഫി എടുക്കുന്നതിന് ഇടയിലാണ് അപകടം. മരിക്കുന്നതിനു മുമ്പ് വിദ്യാർത്ഥി തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിൽ പോസ്റ്റ് ചെയ്തിരുന്ന ചിത്രങ്ങൾ ഏറെ ചർച്ചയായിരുന്നു. റൂഫിനു മുകളിൽ സ്റ്റീൽ കമ്പികളിൽ നിൽക്കുന്നതും 9 നില കെട്ടിടത്തിന് മുകളിൽ നിന്ന് താഴേക്ക് ഒറ്റക്കൈയിൽ തൂങ്ങി നിൽക്കുന്ന ചിത്രവുമാണ് വിദ്യാർത്ഥി അവസാനമായി പോസ്റ്റ് ചെയ്തിരുന്നത്. റഷ്യയിൽ ഓരോ മാസവും സെൽഫി എടുക്കാനുള്ള ശ്രമങ്ങൾക്കിടയിൽ നിരവധി പേർ മരിക്കുകയും കൂടുതൽ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായാണ് കണക്ക്. അബ്ദുൽ നാസർ മഅദനിയുടെ കേസുകൾ ഒന്നിച്ചു പരിഗണിച്ചുകൂടെയെന്ന് സുപ്രീം കോടതി. മഅദനിയുടെ ഹർജിയിൽ വാദം കേൾക്കവെയാണ് കോടതി ഇങ്ങനെ ആരാഞ്ഞത്. ഇക്കാര്യത്തിൽ ഒരാഴ്ചക്കകം നിലപാടറിയിക്കാൻ കർണാടക സർക്കാരിനോട് കോടതി ആവശ്യപ്പെട്ടു. ബാംഗ്ലൂരു സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് 9 കേസുകളാണ് നിലവിലുള്ളത്. ഈ കേസുകളിൽ ഇനിയും നിരവധി സാക്ഷികളെ വിസ്തരിക്കാനുണ്ട്. കേസിലെ സാക്ഷികൾ ഒരേ ആളുകളാണെങ്കിൽ ഒന്നിച്ച് വിചാരണ നടത്തുന്നതിന് എന്താണ് തടസ്സമെന്നാണ് കോടതി ആരാഞ്ഞത്. ജസ്റ്റിസ് ജെ ചലമേശ്വരൻ അധ്യക്ഷനായ ബെഞ്ചാണ് കേസിൽ വാദം കേൾക്കുന്നത്. കേസ് അടുത്ത വെള്ളിയാഴ്ച വീണ്ടും പരിഗണിക്കും. വൈദ്യുതി മീറ്റർ പിഴ ഒഴിവാക്കാൻ വിവിധ മാർഗങ്ങളെന്ന് വൈദ്യുതി ബോർഡ്. വിശദമായ റിപ്പോർട്ടിലേക്ക്. വൈദ്യുതി ഉപഭോക്താവിന് നോട്ടീസ് നൽകുന്നതടക്കമുള്ള നടപടികൾക്കു ശേഷമേ മീറ്റർ പരിശോധിക്കാനാവാത്തതിന്റെ പേരിൽ പിഴ ഈടാക്കൂവെന്ന് വൈദ്യുതി ബോർഡ് അറിയിച്ചു. വീടിന്റെ ഗേറ്റ് പൂട്ടിക്കിടക്കുന്നതുമൂലം റീഡിംഗ് എടുക്കാൻ കഴിയാതെ വരുന്ന അവസ്ഥ ഒഴിവാക്കാനാണ് റെഗുലേറ്ററി കമ്മീഷൻ നിഷ്കർഷിച്ച നിയമം നടപ്പാക്കുന്നതെന്നും ബോർഡ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഗേറ്റ് പൂട്ടിയതിനാൽ തുടർച്ചയായ 2 തവണ റീഡിംഗ് എടുക്കാൻ കഴിയാതെ വന്നാൽ ആദ്യം ഉപഭോക്താവിന് നോട്ടീസ് നൽകും. അതിനുശേഷം പിഴ ഈടാക്കി റീഡിംഗ് എടുക്കാൻ 7 ദിവസം അനുവദിക്കും. ഇതിനുള്ളിലും ആവശ്യമായ സൗകര്യം ചെയ്തില്ലെങ്കിൽ വൈദ്യുതി വിച്ഛേദിക്കാനാണ് നിയമമുള്ളത്. ഇങ്ങനെ വിച്ഛേദിച്ചാൽ കുടിശ്ശിക തീർത്തതിനു ശേഷമേ കണക്ഷൻ വീണ്ടും നൽകുകയുള്ളൂ. ഇപ്പോഴത്തെ നടപടി ജോലിക്കും മറ്റുമായി വീട് പൂട്ടിപ്പോകുന്നവരെ ഉദ്ദേശിച്ചല്ലെന്ന് ബോർഡ് വ്യക്തമാക്കുന്നു. സംസ്ഥാനത്ത് ഏതാണ്ട് 8 ലക്ഷത്തിലധികം വീടുകൾ ദീർഘനാളായി പൂട്ടിക്കിടക്കുന്നുണ്ട്. ഇവയിൽ മിക്കതിലും വൈദ്യുതി ഉപയോഗിക്കുന്നുമുണ്ട്. എന്നാൽ ഇവിടെയൊന്നും റീഡിംഗ് എടുക്കാൻ കഴിയാറില്ല. പുതിയ നിയമം പ്രധാനമായും ബാധിക്കുക ഇവരെയാവും. ജോലിക്കു പോകുന്നത് മൂലം ഗേറ്റ് തുറന്നിടാൻ കഴിയാത്തവർക്ക് അവർക്ക് താൽപര്യമുള്ള ദിവസം 50 രൂപ ഫീസ് ഒടുക്കി സ്പെഷ്യൽ റീഡിംഗിനും സൗകര്യമുണ്ടാവും. ഇത് നേരത്തെ അറിയിക്കണം. സാധാരണ 60 ദിവസം കൂടുമ്പോഴാണ് റീഡിംഗിന് ആളെത്തുക എന്ന ധാരണ മിക്ക ഉപഭോക്താക്കൾക്കുമുണ്ടെന്ന പ്രതീക്ഷയും ബോർഡ് പ്രകടിപ്പിക്കുന്നു. ദീർഘകാലം വീട് പൂട്ടിപ്പോകുന്നവർക്ക്, പ്രത്യേകിച്ചും പ്രവാസികൾക്ക് അവരുടെ ശരാശരി ഉപഭോഗം മനസ്സിലാക്കി മിനിമം തുക മുൻകൂറായി അടച്ചാലും പിഴയിൽ നിന്ന് ഒഴിവാകാം. റീഡിംഗിന് സൗകര്യമില്ലെങ്കിൽ അക്കാര്യം അറിയിക്കുകയും വേണം. ഓരോ ഇലക്ട്രിക്കൽ സെക്ഷനിലും എത്ര വീടുകളിലും സ്ഥാപനങ്ങളിലും ഗേറ്റ് അഥവാ കെട്ടിടം പൂട്ടിക്കിടക്കുന്നതിനാൽ റീഡിംഗ് അസാധ്യമാകുന്നുവെന്ന കണക്കുകളും എടുക്കും. ഇക്കാര്യം ഉപഭോക്താക്കളെ ധരിപ്പിക്കും. റീഡിംഗ് എടുക്കുന്ന ഏകദേശ ദിവസമെങ്കിലും അറിയിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമെന്നും ബോർഡ് കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് KMIC ന്യൂസ്. സർക്കാരിന്റെ മദ്യനയം അനുസരിച്ച് 26 മദ്യവിൽപ്പനശാലകൾ നാളെ അടച്ചുപൂട്ടും. 10% മദ്യവിൽപ്പനശാലകളാണ് നാളെ അടച്ചുപൂട്ടുന്നത്. 22 ബൈവ്കോ ഷോപ്പുകളും കൺസ്യൂമർ ഫെഡിന്റെ 4 ഷോപ്പുകളുമാണ് അടച്ചുപൂട്ടുന്നവയിൽ ഉൾപ്പെടുന്നത്. കഴിഞ്ഞ ഒക്ടോബർ 2-നും 10% മദ്യവിൽപ്പനശാലകൾ അടച്ചുപൂട്ടിയിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് നടപടി. ഘട്ടം ഘട്ടമായി സംസ്ഥാനത്തെ മദ്യവിൽപ്പനശാലകൾ അടച്ചുപൂട്ടാനാണ് സർക്കാർ തീരുമാനം. സ്വർണ്ണ കള്ളക്കടത്തുകാരുമായി തനിക്ക് ബന്ധമില്ലെന്ന് മന്ത്രി MK മുനീർ. കള്ളക്കടത്ത് കേസിലെ പ്രതിക്ക് ഒരു ലീഗ് മന്ത്രിയുമായി ബന്ധമുണ്ടെന്ന വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ആത്മഹത്യ ചെയ്ത സീരിയൽ നടി പ്രിയങ്കയുടെ അമ്മയുടേതായിരുന്നു ആരോപണം. കള്ളക്കടത്ത് സംഘത്തിന്റെ ആഡംബര കാർ ഷോറൂമിൽ നിന്ന് ഇറക്കിയ KM ഷാജിയുടെ നടപടിയെക്കുറിച്ച് അദ്ദേഹമാണ് മറുപടി പറയേണ്ടതെന്നും മുനീർ പറഞ്ഞു.
ദൃശ്യഭംഗി പകരുന്ന അപൂർവയിനം ചിത്രശലഭത്തെ കണ്ടെത്തി. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ചിറകുള്ള അറ്റക്കാമ ഇനത്തിൽപ്പെട്ട 26 സെന്റിമീറ്റർ വീതിയും 12 സെന്റിമീറ്റർ നീളവുമുള്ള അറ്റ്ലസ് മോത്ത് എന്ന സർപ്പശലഭത്തെയാണ് കത്തറമ്മൽ വലിയ പറമ്പത്ത് അബൂബക്കർ ഹാജിയുടെ വീട്ടിൽ കണ്ടെത്തിയത്. സാധാരണ തെക്കുകിഴക്കൻ ഏഷ്യയിലെ വനമേഖലകളിൽ ഈർപ്പമുള്ള സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന ഇതിന്റെ വംശത്തെ അപൂർവമായി മാത്രമാണ് കേരളത്തിൽ കണ്ടുവരുന്നത്. 2 മാസമാണ് ഇതിന്റെ ശരാശരി ആയുസ്. ഇതിന്റെ കൊക്കൂൺ ഉപയോഗിച്ച് ഉത്തരേന്ത്യയിലും വിദേശങ്ങളിലും ഫഗര എന്ന സിൽക്ക് നിർമ്മിക്കാറുണ്ട്. ഗൾഫ് വാർത്തകൾ. പുണ്യഭൂമിയിൽ സേവനത്തിന്റെ മാധുര്യം നുണഞ്ഞ് RSC ഹജ്ജ് വാണ്ടിയർ കോർ ശ്രദ്ധേയമായി. ഹജ്ജ് ദിനങ്ങളിൽ അള്ളാഹുവിന്റെ അതിഥികൾക്ക് താങ്ങും തണലുമായി മിന, മുസ്ദലിഫ, മസ്ജിദുൽ ഹറാം, അസീസിയ തുടങ്ങിയ പുണ്യസ്ഥലങ്ങളിൽ എല്ലാ അർത്ഥത്തിലും RSC വാണ്ടിയർ കോറിന്റെ സേവനം അനുഗ്രഹമായി. മക്കയിലേക്ക് ഹാജിമാർക്ക് വന്നതുമുതൽ തുടങ്ങിയ സേവനം ഹാജിമാരുടെയും ഹറം സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും പ്രശംസ പിടിച്ചുപറ്റാനായതും ഒന്നിലധികം തവണ ഹറം സുരക്ഷാ ഉദ്യോഗസ്ഥർ വിവിധ സേവനങ്ങൾക്കായി RSC വാണ്ടിയറുടെ സഹായം ആവശ്യപ്പെട്ടതുമെല്ലാം സേവനരംഗത്ത് വാണ്ടിയർ കോറിന്റെ സാന്നിധ്യം അടയാളപ്പെടുത്തുന്നതായിരുന്നു. ഹജ്ജ് വാണ്ടിയർ സേവനരംഗത്ത് 6 വർഷങ്ങളായി തുടരുന്ന സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾക്ക് പങ്കാളികളാവാൻ ഹജ്ജിന്റെ ദിനങ്ങളിൽ RSCയുടെ പ്രത്യേകം പരിശീലനം ലഭിച്ച 800-ലധികം വാണ്ടിയർമാർ സൌദിയിലെ വിവിധ സോൺ കമ്മിറ്റിക്ക് കീഴിലായി മിനായിൽ എത്തുകയായിരുന്നു. 3 വീതം പേരടങ്ങുന്ന 250-ലധികം ടീമുകൾ മിന, അസീസിയ എന്നിവിടങ്ങളിലെ ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയ 100-ലധികം പോയിന്റുകളിൽ കേന്ദ്രീകരിച്ചും ആവശ്യഘട്ടങ്ങളിൽ ടീം ക്യാപ്റ്റന്മാരുടെ പ്രത്യേക നിർദ്ദേശങ്ങൾ അനുസരിച്ചുമാണ് സേവനങ്ങൾ നടത്തിയത്. മാർഗനിർദ്ദേശം എളുപ്പമാക്കുന്നതിനും സേവന പ്രവർത്തനങ്ങൾക്ക് കൃത്യത വരുത്തുന്നതിനും വേണ്ടി മിന റോഡ് മാപ്പും മുത്തവിഫ് നമ്പറുകളോടൊപ്പം ടെന്റ് നമ്പർ അടയാളപ്പെടുത്തിയ മാപ്പും റിസാല സ്റ്റഡി സർക്കിൾ നാഷണൽ ഹജ്ജ് വാണ്ടിയർ കോറിന്റെ നേതൃത്വത്തിൽ പ്രത്യേകം തയ്യാറാക്കി ഓരോ വാണ്ടിയർക്കും നൽകിയിട്ടുണ്ട്. അതിനു പുറമെ 100ഓളം വീൽചെയറുകളും ടീമുകൾ ഉപയോഗപ്പെടുത്തി. മിനയിലുണ്ടായ ദൌർഭാഗ്യകരമായ അനിഷ്ട സംഭവത്തിനിടയിൽ അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രികളിൽ എത്തിക്കുന്നതിനും മരണമടഞ്ഞവരെ രാജ്യങ്ങൾ അനുസരിച്ച് തരംതിരിക്കുന്നതിനും പരിക്കേറ്റവർക്ക് പ്രാഥമിക ശുശ്രൂഷ നൽകി ഹോസ്പിറ്റലുകളിലേക്ക് മാറ്റുന്നതിനും റെഡ് ക്രസന്റ്, സർക്കാർ, സ്വകാര്യ സന്നദ്ധ പ്രവർത്തകർ എന്നിവർക്കൊപ്പം റിസാല സ്റ്റഡി സർക്കിൾ വണ്ടിയർമാരുടെയും ഇടപെടൽ സജീവമായി. RSC വണ്ടിയർമാരായ ഡോക്ടർ മുഹസിൻ അബ്ദുൽ ഖാദർ അബ്ഹ, ഡോക്ടർ ആബിദ് റഹ്മാൻ ജുബൈൽ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രത്യേക മെഡിക്കൽ സംഘം ആശുപത്രികൾക്കകത്ത് തന്നെ വിവിധ സേവനങ്ങൾക്ക് ഡോക്ടർമാരെ സഹായിച്ചു. പാരാമെഡിക്കൽ സ്റ്റാഫുകളായ അബ്ദുറൌഫ് പാലേരി ദമ്മാം, തലഹത്ത് RM ത്വായിഫ്, മുഹമ്മദ് അനസ്, KK, സൽമാൻ വെങ്ങളം എന്നിവരും റിസാല മെഡിക്കൽ സംഘത്തിൽ സേവനങ്ങൾ അർപ്പിച്ചു. അപകട വിവരം അറിഞ്ഞ ഉടനെ റിസാല സ്റ്റഡി സർക്കിൾ ആരംഭിച്ച ഹെൽപ്പ് ആൻഡ് കൺട്രോൾ റൂം വിവിധ പോയിന്റുകളിൽ സേവനമർപ്പിക്കുന്ന വണ്ടിയേഴ്സിനെ ഏകോപിപ്പിക്കുന്നതിനും ലഭ്യമായ വിവരങ്ങൾ പരസ്പരം കൈമാറി അനുബന്ധ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുന്നതിനും സഹായിച്ചു. RSC ഗൾഫ് കൌൺസിൽ മുഖേന കൈമാറപ്പെട്ട ഹെൽപ്പ് ലൈൻ നമ്പർ വഴി വിവിധ GCC രാഷ്ട്രങ്ങളിൽ നിന്നും ഇന്ത്യയിൽ നിന്നും വന്ന അന്വേഷണങ്ങളെ കൃത്യമായി പിന്തുടരുന്നതിനും സഹായം ലഭ്യമാക്കുന്നതിനും ഏറെ ഉപകരിച്ചു. കാണാതായ നിരവധി ഹാജിമാരെ കണ്ടെത്തി ബന്ധുക്കളെ ഏൽപ്പിക്കാനായതും രോഗികളെ ആശുപത്രിയിലെത്തിച്ച് ആവശ്യമായത് ചെയ്തു കൊടുക്കുവാനും മരണപ്പെട്ട ഏതാനും മലയാളി തീർത്ഥാടകരെ ബന്ധുക്കളുടെ സമ്മതത്തോടെ അന്ത്യകർമ്മങ്ങൾ ചെയ്തു കൊടുക്കുവാനും RSC വാണ്ടിയർ വിംഗിന് സാധിച്ചു. RSC ഹജ്ജ് വാണ്ടിയർ ഒരു ഹാജിയെ ചുമന്നുകൊണ്ടുപോകുന്ന ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും അറബ് പത്രങ്ങളടക്കം വൻ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ആരാണ് ആ വാണ്ടിയർ എന്ന് നോക്കാം. കാസർകോട് ജില്ലയിലെ പെർമുദെ സ്വദേശി അഫ്സലാണ് സോഷ്യൽ മീഡിയയിൽ താരമായ ആ വാളണ്ടിയർ. അഫ്സൽ KMC ന്യൂസിനോടൊപ്പം ചേരുന്നു. അഫ്സൽ, താങ്കൾ സൌദിയിൽ എവിടെ നിന്നാണ് RSCയുടെ ഹജ്ജ് വാണ്ടിയറായി പോയിട്ടുള്ളത്? റിയാദ് സോണിലെ ബത്ത സെക്ടറിൽ നിന്നാണ് പോയത്. ബദിയയിലെ അസീസ് സൈദി ഉസ്താദായിരുന്നു നമ്മുടെ അമീർ, കൂടെ ഹൈദറും കൂടെ ഉണ്ടായിരുന്നു. താങ്കൾ ഒരു ഹാജിയെ ചുമക്കുന്ന ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ആരാണ് ആ ഹാജി? ഏതു രാജ്യക്കാരനാണ്? എവിടെ നിന്നാണ് ആ ഹാജിയെ കണ്ടുമുട്ടിയത്? അയാളൊരു ഇന്ത്യക്കാരനായിരുന്നു. കൂടെ വേറൊരാളും കൂടി ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ മധ്യപ്രദേശുകാരനാണ്. ജംറക്ക് കല്ലെറിയുന്ന ഭാഗത്തു നിന്നാണ് അവരെ കണ്ടുമുട്ടിയത്. കാണുമ്പോൾ തന്നെ അവര് വളരെ നടന്ന് ക്ഷീണിച്ച് ആ പരിഭവത്തിലായിരുന്നു. അവര് ടെന്റ് നമ്പർ നോക്കിയപ്പോ 101 നമ്പറാണ്. 101 എന്ന് പറയുമ്പോ മേലെ ആ കുന്ന് കഴിഞ്ഞിട്ട് ആ മേലെ പോകണം. നമ്മുടെ അടുത്താണെങ്കിൽ വീൽ ചെയറും ഇല്ല. കുറച്ചങ്ങനെ നടന്ന് അങ്ങോട്ട് പോയി. കുറച്ചങ്ങോട്ട് പോകുമ്പോ പിന്നെ ജ്യൂസ് വാങ്ങിച്ചു കൊടുത്തു, വെള്ളം വാങ്ങിച്ചു കൊടുത്തു. എന്നിട്ട് കുറച്ച് കഴിയുമ്പോ പിന്നെയും അയാൾ വീണ്ടും ടയേർഡായി, നടക്കാൻ പറ്റാത്തൊരവസ്ഥയായി. ആ മേലെ 531 നമ്പർ ആ റോഡിൽ ഇങ്ങനെ പോകുമ്പോ
ആകെ ടയേർഡായി. അങ്ങനെ കുറച്ചു നേരം ഇരുത്തി കാലൊക്കെ ഒന്ന് തടവി കൊടുത്തു. എന്നിട്ടും അയാൾ ആകെ ക്ഷീണ ആയിട്ട് ആകെ തേബാനായിപ്പോയി. എന്നിട്ട് അയാളെ കുറച്ച് ഞാൻ എടുത്തോണ്ട് പോയി, കുറച്ചങ്ങോട്ട് എടുത്തോണ്ട് പോയി. കുറച്ച് നേരെ പോകുമ്പോ ആഫ്രിക്കക്കാര് ടെന്റ് ഉണ്ട്, അവരെ കുറച്ചു നേരം അവരുടെ ഇടയിൽ അവർ 20 മിനിറ്റോളം അയാളെ കിടത്തി. എന്നിട്ട് എണീച്ചപ്പോ പിന്നെ ഞാൻ ഒരു വീൽ ചെയർ റെഡിയാക്കി. അവരെന്നെ ആഫ്രിക്കക്കാര് കുട്ടികൾ ഒന്നും അങ്ങനെ തന്നില്ല ആദ്യം. പിന്നെ ഞാൻ പറഞ്ഞു എന്തെങ്കിലും പൈസ തരാം, എന്നിട്ട് വരാൻ പറ്റുമോന്ന് ചോദിച്ചു. അങ്ങനെ 20 റിയാൽ കൊടുത്തിട്ട് 2-3 കുട്ടികളെയും വിളിച്ചോണ്ട് നേരെ ടെന്റിലേക്ക് പോയി. പിന്നെ അവിടെ അവരെ കണ്ടുമുട്ടി. അവരെ ടെന്റിലേക്ക് നേരെ എത്തിച്ചു കൊടുക്കുകയായിരുന്നു. ഞങ്ങളെപ്പോലെ തന്നെയാണ് എല്ലാ RC ഓൾ ഇന്ത്യമാരും വളരെ കഷ്ടപ്പെട്ട് എത്ര ദൂരെയാണെങ്കിലും നടന്നും വീൽ ചെയറിലാണെങ്കിലും അങ്ങനെ കൊണ്ടുവിട്ട് ഒരുപാട് എല്ലാവരും പ്രതീക്ഷിക്കുന്ന വെച്ചാൽ അവരെ അവിടെ കൊണ്ടുവിട്ട് അവരെ ആ റൂമിൽ എത്തിച്ചതിന് ശേഷമുള്ള ആ ഒരു കരച്ചിലും അവരുടെ ആ ഒരു ദുആയാണ് നമുക്ക് ആകെയുള്ള ഒരു ആശ്വാസം എന്ന് പറയുന്നത്. അതിനുവേണ്ടി മാത്രമാണ് ഞങ്ങൾ ഈ കഷ്ടപ്പെടുന്നതും ഞങ്ങൾ ഈ വോളണ്ടിയർ ആയിട്ട് പോകുന്നതിന്റെയും യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത്. മക്കയിലെയും ജിദ്ദയിലെയും അടക്കം വളരെ നേരത്തെ സേവന രംഗത്തിറങ്ങിയവരും പ്രത്യേക പരിശീലനം ലഭിച്ച വിവിധ സംഘങ്ങളും കാണാതായവരുടെ ലഭ്യമായ വിവരങ്ങളനുസരിച്ച് തിരച്ചിൽ നടത്തുകയും ആശുപത്രികൾ കേന്ദ്രീകരിച്ച് തിരിച്ചറിയൽ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തിരുന്നു. ഭൂരിപക്ഷം ഇന്ത്യൻ ഹാജിമാരും താമസിക്കുന്ന അസീസിയയിൽ വഴിതെറ്റിയവരെയും ഒറ്റപ്പെട്ടവരെയും താമസ സ്ഥലങ്ങളിൽ എത്തിക്കുന്നതിനും ക്ഷീണിതർക്ക് വിശ്രമസ്ഥലം അനുവദിക്കുന്നതിനും പ്രത്യേക സംഘവും ക്യാമ്പും സ്റ്റിക്കർ ഒട്ടിച്ച വാഹനങ്ങളും പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. സേവനത്തിന്റെ മാധുര്യവും നിർവൃതിയും അനുഭവിച്ചും പ്രായാധിക്യവും രോഗവും തളർത്തിയ ഹാജിമാരുടെ നിറഞ്ഞ പുഞ്ചിരിയും പ്രാർത്ഥനയും കൈമുതലാക്കിയുമാണ് RC വോളണ്ടിയർമാർ പുണ്യഭൂമിയോട് വിട പറഞ്ഞിറങ്ങിയത്. അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം ഉസ്താദ് RC വോളണ്ടിയർ ക്യാമ്പിലെത്തി ആത്മധൈര്യവും ഊർജ്ജവും പകർന്നു നൽകി. ഉപദേശവും പ്രാർത്ഥനയും നടത്തി. കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി, ഫറൂഖ് നൈമി കൊല്ലം തുടങ്ങിയവരും വോളണ്ടിയർ ക്യാമ്പിലെത്തിയിരുന്നു. RC സൌദി നാഷണൽ നേതാക്കളായ അബ്ദുൽ ബാരി നദവി, ജാബിർ അലി പത്തനാപുരം, മഹ്മൂദ് സഖാഫി, അബ്ദുറഹീം കോട്ടക്കൽ എന്നിവർ സേവന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. സംഘടനാ വാർത്തകൾ. സമസ്ത കേരള ജമിയത്തുൽ ഉലമ മുശാവറ അംഗങ്ങളും കീഘടകങ്ങളുടെ സംസ്ഥാന പ്രവർത്തക സമിതി അംഗങ്ങളും പങ്കെടുക്കുന്ന നേതൃസംഗമം ഈ മാസം 10 രാവിലെ 10 മണിക്ക് മലപ്പുറം സ്വലാത്ത് നഗറിൽ നടക്കും. ആനുകാലിക സംഭവ വികാസങ്ങളെ അവലോകനം ചെയ്യുന്ന സംഗമത്തിൽ പുതുതായി രൂപവൽക്കരിക്കുന്ന ബഹുജന സംഘടനയുടെ മെമ്പർഷിപ്പ് രൂപവൽക്കരണ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യും. പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ ഇടപെടലുകളും നയസമീപനങ്ങളും അജണ്ടയാവും. മുസ്ലിം ജമാഅത്തിന്റെ രൂപവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുടെ സംഗമവും SYS പുനഃസംഘടനാ ശില്പശാലയും നടക്കും. SSF കോഴിക്കോട് ജില്ലാ ഹയർ സെക്കൻഡറി സമ്മേളനത്തിന്റെ പ്രഖ്യാപനം ഈ മാസം 4-ന് 4 മണിക്ക് കാരന്തൂർ മർക്കസ്, വടകര എന്നീ കേന്ദ്രങ്ങളിൽ പ്രഖ്യാപനം നടക്കും. കൌമാര വിദ്യാർത്ഥികളിൽ ധർമ്മബോധവും പഠനോത്സുകതയും വളർത്തുന്ന ക്രിയാത്മക മുന്നേറ്റങ്ങൾ ലക്ഷ്യമാക്കിയാണ് ജില്ലാ ഹയർ സെക്കൻഡറി സമ്മേളനം പ്രഖ്യാപിക്കുന്നത്. ന്യൂ ജനറേഷൻ തിരുത്തെഴുതുന്നു എന്ന ശീർഷകത്തിൽ സേവന തൽപരതയുള്ള സർഗാത്മക ഇടപെടലുകൾക്ക് ആർജവമുള്ള പ്രബുദ്ധരായ വിദ്യാർത്ഥി സമൂഹത്തെ സൃഷ്ടിക്കാനുള്ള വ്യത്യസ്ത പദ്ധതികൾ സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കും. കാരന്തൂർ മർക്കസ് ഒയാസിസിൽ നടക്കുന്ന പ്രഖ്യാപന സംഗമം SSF ജില്ലാ പ്രസിഡന്റ് അബ്ദുസമദ് സഖാഫി മയനാട് ഉദ്ഘാടനം ചെയ്യും. ജില്ലാ ഹയർ സെക്കൻഡറി സമിതി കൺവീനർ അബ്ദുൽ ജലീൽ അഹ്സനി കാന്തപുരം പദ്ധതി അവതരണം നടത്തും. MT ശിഹാബുദ്ദീൻ അസ്ഹരി, ഇബ്രാഹിം സഖാഫി താത്തൂർ, കുഞ്ഞുമുഹമ്മദ് വെള്ളിയാട് തുടങ്ങി പ്രമുഖർ സംബന്ധിക്കും. ഫറൂഖ്, കോഴിക്കോട്, കുന്നമംഗലം, ഓമശ്ശേരി, താമരശ്ശേരി, നരിക്കുനി ഡിവിഷനുകളിൽ നിന്നുള്ള പ്രതിനിധികൾ സംഗമത്തിൽ പങ്കെടുക്കും. വടകര സുന്നി സെന്ററിൽ നടക്കുന്ന പ്രഖ്യാപന സംഗമം SSF ജില്ലാ ജനറൽ സെക്രട്ടറി റിയാസ് TK ഉദ്ഘാടനം ചെയ്യും. ജില്ലാ ഹയർ സെക്കൻഡറി ചെയർമാൻ സിദ്ദീഖ് അസ്ഹരി പദ്ധതി അവതരിപ്പിക്കും. ഹാമിദ് അലി സഖാഫി പാലാഴി, റഷീദ് KT അടിവാരം, അക്ബർ സാദിഖ് ഇരിങ്ങലൂർ തുടങ്ങി പ്രമുഖർ സംബന്ധിക്കും. നാദാപുരം, കുറ്റ്യാടി, വടകര, പേരാമ്പ്ര, കൊയിലാണ്ടി ഡിവിഷനുകളിൽ നിന്നുള്ള പ്രതിനിധികളാണ് വടകരയിൽ പങ്കെടുക്കുക. ജില്ലാ ഹയർ സെക്കൻഡറി സമ്മേളനത്തിന്റെ ഭാഗമായി ഡിവിഷനിൽ ഹൈ പോയിന്റ്, സെക്ടർ കേന്ദ്രങ്ങളിൽ പ്രകടനങ്ങൾ, ക്യാമ്പസുകളിൽ കൊളാഷ് പ്രദർശനം, തെരുവ് ചർച്ച എന്നിവ നടക്കും. സുഹൃതങ്ങൾ ചെയ്ത് വിട പറഞ്ഞ പൂർവ്വസൂരികളെ സ്മരിക്കൽ പുണ്യകർമ്മമാണെന്ന് അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. CP അബ്ദുൽ ഖാദർ മുസ്ലിയാർ 14ാമത് ഉറൂസ് മുബാറക്കിന്റെ സമാപന സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
പൂർവ്വ പണ്ഡിതരുടെ നന്മകൾ പറയുന്നതും അവർക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്യുന്നതും പാരത്രിക ജീവിതത്തിൽ ഗുണമായി ഭവിക്കും. നന്മകൾ ധാരാളം ജീവിതത്തിൽ നേടിയാണ് CP ഉസ്താദ് വിട പറഞ്ഞതെന്നും അദ്ദേഹം പറഞ്ഞു. രാവിലെ മൌലിദ് പാരായണത്തോടെ ആരംഭിച്ച രണ്ടാം ദിവസം മുഹീദ്ദീൻ റാത്തീബ്, ബുർദ മജ്ലിസ്, ഖത്മുൽ ഖുർആൻ, ദുആ സമ്മേളനം, ഷാദുലി റാത്തീബ് എന്നീ പരിപാടികൾ നടന്നു. പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ, C മുഹമ്മദ് ഫൈസി, മുഹ്സിൻ തങ്ങൾ ആബിലോറ, സുഹൈൽ തങ്ങൾ, CP ഷാഫി സഖാഫി തുടങ്ങിയവർ പങ്കെടുത്തു. വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയനായ വയനാട് ജില്ലയിലെ പുലിക്കാട് സ്വദേശി അലി സഖാഫിക്ക് SSF സംസ്ഥാന കമ്മിറ്റി ഗൾഫ് രാജ്യങ്ങളിലെ റിസാല സ്റ്റഡി സർക്കിളിന്റെ സഹായത്തോടെ നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനം SSF സംസ്ഥാന പ്രസിഡന്റ് NV അബ്ദുറസാഖ് സഖാഫി നിർവഹിച്ചു. 1.5 വർഷം മുമ്പ് ഇരുവൃക്കകളും നഷ്ടപ്പെട്ട് ചികിത്സയ്ക്ക് പണമില്ലാതെ കഷ്ടപ്പെട്ട അലി സഖാഫി സഹോദരി നൽകിയ വൃക്ക സ്വീകരിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചുവന്നതാണ്. അലിക്കും കുടുംബത്തിനും 7 ലക്ഷം രൂപ ചെലവിലാണ് SSF വീട് നിർമ്മിച്ചു നൽകിയത്. ചടങ്ങിൽ ജനറൽ സെക്രട്ടറി മജീദ് അരിയലൂർ, P ഹസൻ മൌലവി ബാക്കവി, റിസാല മാനേജിംഗ് എഡിറ്റർ S ഷറഫുദ്ദീൻ, സമദ് സഖാഫി മായനാട്, KO അഹമ്മദ് കുട്ടി ബാക്കവി തുടങ്ങി പ്രമുഖർ സംബന്ധിച്ചു. കാരന്തൂർ മർക്കസ് കൌൺസിലിംഗ് സെന്ററിൽ 6 മാസത്തെ കൌൺസിലിംഗ് പരിശീലനം ഈ മാസം 11-ന് ആരംഭിക്കുന്നു. അവധി ദിവസങ്ങളിൽ നടക്കുന്ന ക്ലാസുകളിൽ അധ്യാപകർ, മതപണ്ഡിതർ, പൊതുപ്രവർത്തകർ, സംഘടനാ പ്രവർത്തകർ തുടങ്ങി പ്രൊഫഷണലുകൾക്കും നോൺ പ്രൊഫഷണലുകൾക്കും പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 8090918112 എന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. SSF എടക്കാട് സെക്ടറും താജുൽ ഇസ്ലാം മദ്രസയും സംയുക്തമായി ഈദ് ഗസൽ 2015 ത്രിദിന മതപ്രഭാഷണവും സംഘടിപ്പിച്ചു. എടക്കാട് MLP സ്കൂൾ ഗ്രൌണ്ടിൽ പ്രത്യേകം സജ്ജമാക്കിയ താജുൽ ഉലമ സ്ക്വയറിൽ 3 ദിവസമായി നടന്ന പരിപാടി അഹമ്മദ് കബീർ മൌലവിയുടെ അധ്യക്ഷതയിൽ ഷമീർ അഷ്റഫി കാട്ടാമ്പള്ളി ഉദ്ഘാടനം ചെയ്തു. SYS സാന്ത്വനം സെന്ററിന്റെ ഉദ്ഘാടനം മുൻ MLA MV ജയരാജൻ നിർവഹിച്ചു. മഹല്ല് സെക്രട്ടറി അബ്ദുൽ ഹമീദ് മാസ്റ്റർ, പഞ്ചായത്ത് പ്രസിഡന്റ് പ്രഭാകരൻ മാസ്റ്റർ, മുസ്തഫ ഹാജി മസ്കറ്റ് തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് നടന്ന മദ്രസ വിദ്യാർത്ഥി ഫെസ്റ്റിൽ 11 മദ്രസകളിലെ വിദ്യാർത്ഥികൾ മാറ്റുരച്ചു. വിജയികൾക്കുള്ള ട്രോഫി വിതരണം മഹല്ല് കാരണവർ M മൊയ്തു ഹാജി നിർവഹിച്ചു. പ്രമുഖ വാഗ്മിയും യുവ പണ്ഡിതനുമായ ഷമീർ അഷ്റഫി കാട്ടാമ്പള്ളിയുടെ നേതൃത്വത്തിൽ നടന്ന ത്രിദിന മതപ്രഭാഷണം പ്രവാചക അനുരാഗികളായ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്ത ബുർദ മജ്ലിസോടെ സമാപിച്ചു. ബുർദ ആലാപനത്തിന് പെരിങ്ങത്തൂർ കൂഫിയ ബുർദ ഇഖ്വാൻ നേതൃത്വം നൽകി. മരണപ്പെട്ടുപോയവർക്ക് വേണ്ടിയും പ്രയാസങ്ങൾ ദൂരീകരിക്കുന്നതിനു വേണ്ടിയും ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിനു വേണ്ടിയും നൂറുകണക്കിന് ആളുകൾ ചൊല്ലുന്നതും ഓതുന്നതുമായ സ്വലാത്തുകളും തഹ്ലീലുകളും യാസീനുകളും ഹദിയ ചെയ്ത് എല്ലാ വ്യാഴാഴ്ചകളിലും കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം നടത്തുന്ന ദുആ മജ്ലിസ് ശ്രദ്ധേയമാവുന്നു. വെള്ളിയാഴ്ച രാവിന്റെ നിറവിൽ ഇന്ത്യൻ സമയം രാത്രി 12 മണിക്ക് നടക്കുന്ന ദുആ മജ്ലിസിന് പ്രമുഖ പണ്ഡിതരാണ് നേതൃത്വം നൽകുന്നത്. ബൈലക്സ് വഴിയും റേഡിയോ വഴിയും മറ്റ് സോഷ്യൽ മീഡിയകൾ വഴിയും ആയിരങ്ങളാണ് ഇതിൽ പങ്കാളികളാവുന്നത്. നിങ്ങൾക്കും ഇതിൽ പങ്കാളികളാവാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങൾ ചൊല്ലുന്നതും ഓതുന്നതുമായ തഹ്ലീലുകളുടെയും സ്വലാത്തുകളുടെയും യാസിനുകളുടെയും എണ്ണങ്ങൾ മുജീബ് ഹൈൽ 313 എന്ന ബൈലക്സ് ഐഡിയിലേക്കോ 9633689998 എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്കോ അറിയിക്കുക. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുണ്യഭൂമിയിൽ സേവനത്തിന്റെ മാധുര്യം നുണഞ്ഞ് RSC ഹജ്ജ് വണ്ടിയർ കോർ മാതൃകയായി. ബീഫ് കഴിച്ചുവെന്നാരോപിച്ച് ആൾക്കൂട്ടം തല്ലിക്കൊന്ന മുഹമ്മദ് അഖ്ലാഖിന്റെ മകൾ സാജിദ ചോദിക്കുന്നു, അത് ആട്ടിറച്ചിയെന്ന് തെളിഞ്ഞാൽ എന്റെ പിതാവിനെ തിരിച്ചു തരുമോ? പ്രതിഷേധം ശക്തമാകുന്നു. അബ്ദുൽ നാസർ മഅദനിയുടെ കേസുകൾ ഒന്നിച്ചു പരിഗണിച്ചുകൂടെയെന്ന് സുപ്രീം കോടതി. വൈദ്യുതി മീറ്റർ പിഴ ഒഴിവാക്കാൻ വിവിധ മാർഗങ്ങളെന്ന് വൈദ്യുതി ബോർഡ്. ജീവനെടുക്കുന്ന സെൽഫി വീണ്ടും. റഷ്യയിൽ 17-കാരൻ കെട്ടിടത്തിൽ നിന്ന് വീണു മരിച്ചു. ബഹുജന സംഘടനയായ മുസ്ലിം ജമാഅത്ത് ആനുകാലിക വിഷയങ്ങൾ തുടങ്ങിയവ ചർച്ച ചെയ്യുന്നതിനായി സമസ്ത നേതൃസംഗമം ഈ മാസം 10-ന് മലപ്പുറത്ത്. സംസ്ഥാനത്ത് 26 മദ്യവിൽപ്പനശാലകൾക്ക് നാളെ പൂട്ടുവീഴും. SSF കോഴിക്കോട് ജില്ലാ ഹയർ സെക്കൻഡറി സമ്മേളന പ്രഖ്യാപനം ഈ മാസം 4-ന്. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം സംഘടിപ്പിക്കുന്ന വീക്കിലി സ്വലാത്ത് ദുആ മജ്ലിസ് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 12 മണിക്ക്. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30-ന്, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC newstime@gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.